സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കൊടാമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന് 20 വർഷം തടവ് ശിക്ഷ. അബ്ദുൾ റഹീം കേസിൽ നിർണായകമായ വിധിയാണ് ഇന്നുണ്ടായത്. പൊതു അവകാശം അഥവാ പബ്ലിക് റൈറ്റ് പ്രകാരം 20 വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. റിയാദ് ക്രിമിനൽ കോടതിയിൽ സൗദി സമയം ഇന്ന് രാവിലെ 9:30 നടന്ന സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത്. ഇതുവരെ അനുഭവിച്ച തടവ് കാലം കഴിഞ്ഞ ശേഷമുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി. അതിനുശേഷം ജയിൽ മോചനമുണ്ടാകും. 2026 ഡിസംബറിൽ കേസിന് 20 വർഷം തികയും. റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവ് കാലം 19 വർഷക്കാലമാണ്. റഹീമിന് അടുത്ത വർഷം മോചനമുണ്ടാകും. ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധികളും റഹീമിന്റെ കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സിദ്ദിഖ് തുവൂരും പങ്കെടുത്തു. ഈ മാസം 5-നായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ്. ഒറിജിനൽ കേസ് ഡയറി പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞാണ് കേസ് മാറ്റിവെച്ചത്. സ്വകാര്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ച വധശിക്ഷയാണ് 1.5 കോടി റിയാൽ, ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപ ദയാദാനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയത്. ഇതോടെ 9 മാസം മുമ്പ് കേസ് ഒഴിവായി. എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരം തീർപ്പ് വരുത്താത്തതാണ് ജയിൽ മോചനം അന്തിമമായി നീളാൻ ഇടയാക്കിയത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ 9 മാസത്തിനിടെ 13 സിറ്റിംഗുകളാണ് നടന്നത്. 2006 നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഫായിസിന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത്. 2012-ലാണ് വധശിക്ഷ വിധിച്ചത്. കേരളം കാത്തിരുന്ന വിധിയാണ് ഇന്നുണ്ടായത്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മലയാളികളടക്കം ദയാദാനം നൽകിയിരുന്നു.